ഇതുവരെ നടന്ന വിവാദങ്ങൾ കൊണ്ടല്ല, പക്ഷെ സുരേഷ് ഗോപി എന്ന ഫയർ ബ്രാൻഡ് നമുക്കറിയാം, പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, അപ്പോൾ പുള്ളിയുടെ അഡ്വക്കേറ്റ് വേഷം, അതാണ് എന്നെ ഈ സിനിമയിലോട്ട് കൂടുതലായിട്ട് ആകർഷിച്ചത്. JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ പ്രവീൺ നാരായണനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ഗംഭീര കോർട്ട് റൂം ഡ്രാമ, പുള്ളിയുടെ വക തീപ്പൊരി പ്രസംഗം, അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറിയിൽ പുള്ളിനെ വെല്ലാൻ ആരുമില്ല, അത്രയ്ക്കും ക്ലീൻ ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറി. ഇതൊക്കെ കാണാൻ പ്രതീക്ഷിച്ചുപോയ എനിക്ക് പൂർണ്ണ തൃപ്തി നൽകാത്തൊരു ശരാശരി ചിത്രമാണ് JSK എന്ന് പറയുന്ന ഈ സിനിമ. സിനിമയുടെ തുടക്കത്തിൽ പുള്ളിയുടെ ക്യാരക്ടറായ ഡേവിഡിനെ ബിൽഡപ്പ് ചെയ്യാൻ മാത്രമുള്ള ഒരു ന്യൂസ് പേപ്പർ കട്ട്സ് ഒക്കെ കൊണ്ടാണ് സിനിമയുടെ ടൈറ്റിൽ തന്നെ ഒരുക്കിയിട്ടുള്ളത്. പുള്ളി എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളാണ്, അത്യാവശ്യം ഭയങ്കര റബലാണ്. അങ്ങനെ തുടങ്ങിയ കാഴ്ചകൾ കൊണ്ട് നമ്മളെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് തൊട്ട് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പക്ഷേ സ്റ്റിൽ ആ ഒരു പ്രസംഗം അല്ലെങ്കിൽ ആ ഡയലോഗ് ഡെലിവറി ഉള്ള കുറേ ഡയലോഗ്സ് ഈ സിനിമയ്ക്ക് റെലവൻ്റ് അല്ലാത്ത കാര്യം ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമയുടെ കഥയിലോട്ട് വന്ന വിക്ടിം ജാനകി സെക്ഷുവലി റേപ്പ് ചെയ്യപ്പെടുകയാണ്. തുടർന്ന് ആ കേസ് പുള്ളി നിന്ന് വാദിക്കുമെന്ന് നമ്മൾ കരുതുമെങ്കിലും പുള്ളി നേരെ ഓപ്പോസിറ്റ് വക്കീലാണ്. പ്രതികൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഡേവിഡ് എന്ന കഥാപാത്രം വാദിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിലെ കുറെ അനാവശ്യ സീനുകളുണ്ട്, കോൺഫ്ലിക്റ്റുകൾ എല്ലാം തന്നെ ഈ സിനിമയെ ഒരു തരത്തിലും സ്വാധീനിക്കാത്ത ഒരു സംഭവമാണ്. യഥാർത്ഥ സംഭവത്തിലോട്ട് വന്ന് ആ കോർട്ടിലോട്ടുള്ള വാദം, അതാണ് ഈ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു വശം എന്ന് പറയുന്നത്. പുള്ളി എതിരാണെങ്കിൽ പോലും അത്യാവശ്യം ആ വാദമൊക്കെ പക്കാവായിരുന്നു. ഇന്റർവെല്ല് വരെ സിനിമ നോക്കുമ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്തത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗ് ഫീൽ ചെയ്തു. കാരണം ഇതൊരു കോർട്ട് ഡ്രാമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അല്ല. പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സൈഡ് ഉണ്ട് അതിൽ. ആ ഇൻവെസ്റ്റിഗേഷൻ സൈഡും ഭയങ്കര വീക്കായിരുന്നു. പിന്നെ കാസ്റ്റിങ്ങിൽ ഭയങ്കര പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി, അനുപമ, ഇവർ രണ്ടുപേരും ഒഴികെ അക്സർ അലി അത്യാവശ്യം നന്നായി തന്നെ ചെയ്തു. പക്ഷെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മോൻ, പുള്ളിനെ കാണുമ്പോൾ തന്നെ ഒരു അയ്യോഭാവൻ ലുക്കാണ്. ഒരു എക്സ്പ്രഷനും വരുന്നില്ല. പുള്ളിയെ കൊണ്ട് വലിയൊരു റോൾ ചെയ്ത പോലെ തോന്നി. പിന്നെ പോലീസ് വേഷം ചെയ്ത നമ്മുടെ സീരിയലിലൊക്കെ ഉള്ള പുള്ളിയുടെ പേര് യദുകൃഷ്ണയാണോ, പുള്ളിയും എനിക്ക് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര ഷോക്കായി തോന്നി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. പുള്ളി അത്യാവശ്യം നന്നായി ഡയലോഗ് പറയും എന്ന് പറയുന്നതുകൊണ്ട് അനാവശ്യമായി എഴുതി ചേർത്ത ഈ ഒരു കോർ പ്ലോട്ടിനോട് ഒരു തരത്തിലും കൊണ്ടുപോകാൻ സാധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് തുടക്കം തന്നെ ഒരു MLA ഓഫീസിൽ പോയി MLAയോട് കുറച്ച് വാദിക്കുന്നുണ്ട്. അതൊരു കാര്യമില്ലാത്ത സീനായിരുന്നു. നേരെ നമ്മുടെ പ്ലോട്ടുമായിട്ട് ഒരു രീതിയിലും ചെയ്യാം. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നായകൻ വിക്ടിമിൻ്റെ കൂടൊപ്പം നിൽക്കുന്നു വിചാരിക്കും. പക്ഷെ അതിലും വേറൊരു തരത്തിലുള്ള ഒരു കൊണ്ടുപോകുന്നുണ്ട് സിനിമയിൽ. ടോട്ടൽ എനിക്ക് തോന്നിയത് ഒരു ആവറേജ് മൂവി ആയിട്ടാണ് ഈ സിനിമ അനുഭവപ്പെട്ടത്. കാരണം ഈ പറയുന്ന വിഷയം കൊള്ളുന്ന വിഷയം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ സൈഡും എല്ലാം ഞാൻ ഒരിക്കലും പൊളിറ്റിക്കൽ നോക്കിയിട്ടല്ല സിനിമയെ സമീപിക്കാറ്. സുരേഷ് ഗോപിയുടെ സിനിമ എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ആക്ടർ എന്ന രീതിയിലാണ്. പക്ഷെ സ്റ്റിൽ ഈ സിനിമയിൽ ചില ഡയലോഗുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മനഃപൂർവ്വം എഴുതി ഉണ്ടാക്കിയ കുറേ ഡയലോഗ്സ് പോലെയുണ്ട്. പുള്ളി ഡയലോഗ് ഡെലിവറിക്ക് അടിപൊളിയാണ്. പക്ഷെ അത് ഈ കഥയ്ക്ക് ആവശ്യമില്ല. നമ്മുടെ മെയിൻ പ്ലോട്ട് എന്താണ് അതിൽ നിന്ന് മാറിയിട്ടാണ്. അതായത് എനിക്കൊന്ന് വീക്ക് സ്ക്രീൻ പ്ലേ ആണ്. കാരണം ഫോക്കസ്ഡ് അല്ലായിരുന്നു ഒട്ടും. ഈ ജാനകി റേപ്പ് ചെയ്യപ്പെടുന്നു, പ്രഗ്നൻസി ആവുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കോർട്ട് ഡ്രാമ വളരെ എൻഗേജിങ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും കുറേയധികം മിസ്കാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ആകെ ഒരു തണുപ്പൻ സിനിമയാക്കി മാറ്റി. കാരണം ഒരു ഇമോഷണലി ഹുക്ക് തോന്നുന്നില്ല. ജാനകിക്ക് നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലും കിട്ടുന്നില്ല. ആകെ ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ കോർട്ടിൽ കുറച്ച് വാദങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അനുപമ അത്യാവശ്യം നന്നായി തന്നെ ആ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ടോട്ടലി നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നില്ല സിനിമയ്ക്ക്. എന്തൊക്കെയോ കുറേ ഡയലോഗുകൾ പുള്ളിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ അനാവശ്യ ഫൈറ്റ് ആയിരുന്നു. ഒപ്പം അതിലെ താടി കാണുമ്പോൾ വെപ്പ് താടി, ഇങ്ങനെ നാടകത്തിലെ ഒരു വെപ്പ് താടി പോലെയൊക്കെ തോന്നി. അത് ഒരു ഭയങ്കര മോശമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ക്ലൈമാക്സിൽ പുള്ളിയുടെ ഒരു ഭയങ്കര ഡയലോഗ് ഡെലിവറിയിലുള്ള കുറേ ഡയലോഗ്സ് ഉണ്ട്. പക്ഷെ എന്താ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ ഒരു മെയിൻ കേസും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ആ ഒരു റേപ്പ് ചെയ്യപ്പെടുന്നു, ആ കുട്ടിക്ക് വേണ്ടി നീതി നടപ്പാക്കുന്ന കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കോർട്ട് ഡ്രാമകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രഗ്നൻ്റ് ആവുകയാണ് ഈ കുട്ടി. അപ്പോൾ ആ കുട്ടിയെ ആര് സ്വീകരിക്കും എന്നുള്ള രീതിയിൽ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറി ആയിരുന്നു.
അതിനെ മാത്രം ഫോക്കസ് ചെയ്തൊരു കോർട്ടൂൺ ഡ്രാമ സുരേഷ് ഗോപിനെ പോലെയുള്ള ഒരു ഡയലോഗ് ഡെലിവറിയിൽ ഗംഭീരമായി ചെയ്യുന്ന അഡ്വക്കേറ്റ് ആയിട്ട് എന്തായാലും പുള്ളിയെ സെറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ പുള്ളിക്ക് അധികം ഇതേ ഇല്ല, ഫുൾ വേറെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ സോ എൻ്റെ അഭിപ്രായം ഇതാണ്. എനിക്ക് കംപ്ലീറ്റ്ലി ഒരു ആവറേജ് മൂവി ആയിട്ടേ ഫീൽ ചെയ്തുള്ളൂ. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.